കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിലേറെ ശ്രദ്ധേയമായ ഒരു പേരാണ് അലി ഇമ്രാൻ റൺസ് അഥവാ വിക്ടർ. പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 44 വയസ്സുള്ള വിക്ടർ ഉത്തർ ദിനാജ്പൂർ ജില്ലയിലെ ചകുലിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഫോർവേഡ് ബ്ലോക്ക് പ്രതിനിധിയായി 3 പ്രാവശ്യം MLA ആയ വ്യക്തി കൂടിയാണ്. 2022 ഫോർവേഡ് ബ്ലോക്കിൽ നിന്നും പുറത്തു വന്ന് ആസാദ് ഹിന്ദ് മഞ്ചുണ്ടാക്കുകയും പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ റായ്ഗഞ്ചിലെ കോൺഗ്രസിനെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൈപിടിച്ചുയർത്തിയത് വിക്ടറിന്റെ സംഘടനാ പാടവം തന്നെയായിരുന്നു. വ്യാപകമായ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3,67,561 വോട്ടുകൾ നേടി കോൺഗ്രസ് സഖ്യം തൃണമൂലിന് തൊട്ടുപുറകിലായി 2ാം സ്ഥാനത്തെത്തി. BJP അവിടെ 3ാമതാണ്. സഖ്യത്തിനകത്ത് CPM-നേക്കാൾ വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. അതിന്റെ ഫലമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ഗഞ്ചിൽ തട്ടി ശിഥിലമായ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം ഇത്തവണ വിക്ടറിന് പിന്നിൽ ഒന്നായി അണിനിരക്കുകയാണ്. ത്രികോണ പോരാട്ടമാണ് റായ്ഗഞ്ചിൽ നടക്കുന്നത്. അതിൽ വിക്ടറും BJP സ്ഥാനാർത്ഥിയും തമ്മിലാണ് പ്രധാന മത്സരം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇവിടെ തൃണമൂൽ 3ാം സ്ഥാനത്താകുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വിക്ടറിന് നേരിയ മുൻതൂക്കമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. 1999 ഇടതുപക്ഷത്തിൽ നിന്നും പ്രിയരഞ്ജൻ ദാസ് മുൻഷി കോൺഗ്രസിന് വേണ്ടി ഈ മണ്ഡലം പിടിച്ചെടുത്തതിന് ശേഷം 15 വർഷക്കാലം കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു അത്. എന്നാൽ 2014 മുഹമ്മദ് സലീമിലൂടെ CPM ആ മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. പിന്നീട് 2019 BJP തരംഗത്തിൽ മണ്ഡലം BJPക്കൊപ്പം നിൽക്കുകയായിരുന്നു. 2ാം സ്ഥാനത്തെത്തിയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. 3ാം സ്ഥാനത്തെത്തിയത് CPM. എന്നാൽ ഇത്തവണ CPM കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായിട്ടാണ് വിക്ടർ അവിടെ മത്സരിക്കുന്നത്. അതോടെ ആ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് കരുതുന്നത്.